Okay, welcome back. Our next topic, electric field due to continuous charge distribution. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ് പറഞ്ഞത്. 3 ടൈപ്പ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ: ലൈൻ ചാർജ്, സർഫസ് ചാർജ് ആൻഡ് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഇങ്ങനെ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഡ്യൂ ടു എ ലൈൻ ചാർജ്. ഡ്യൂ ടു എ ലൈൻ ചാർജ്. ഓക്കെ, നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻസ് പഠിച്ചു. അതായത് നമ്മളിപ്പോൾ ഒരു പോയിൻ്റ് ചാർജ് ആണെങ്കിൽ അറ്റ് എ ഡിസ്റ്റൻസ് ആർ, ഫ്രം എ പോയിൻ്റ് ചാർജ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചത് 1/4πε0 Q/r² എന്നാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ പഠിച്ചത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ദിസ് ഇക്വേഷൻ ഈസ് ഓൺലി ഫോർ എ പോയിൻ്റ് ചാർജ്. ഒരു പോയിൻ്റ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനാണ് ഇത്. അപ്പോൾ ഇത് എല്ലാ കേസിലും ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പാടില്ല. ദിസ് ഈസ് ഓൺലി ഫോർ പോയിൻ്റ് ചാർജ്. അപ്പോൾ നമ്മുടെ കേസ് ഇപ്പം എന്താണ്? നമ്മുടെ കേസ് ഒരു ലൈൻ ചാർജാണ് അല്ലേ? അപ്പോൾ നമ്മളൊരു ലൈൻ ചാർജ് വിചാരിക്കുക. കൺസിഡർ എ ലൈൻ ചാർജ്. സ്ട്രെയിറ്റ് ലൈൻ ചാർജ് തന്നെ ആവണമെന്നില്ല, എന്തെങ്കിലും ഒരു ലൈൻ ചാർജ് വിചാരിക്കുക. ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇതൊരു ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ്. ഓക്കെ, അപ്പോൾ ഇത് എ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജ് ആണ് അല്ലേ? ഇറ്റ് ഈസ് നോട്ട് എ പോയിൻ്റ് ചാർജ്. ഇത് പോയിൻ്റ് ചാർജ് അല്ലല്ലോ, പോയിൻ്റ് ചാർജ് അല്ല, ഒരു ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ് ഇത്. പക്ഷേ എങ്കിലും ചാർജ് ഉണ്ടല്ലോ. ചാർജ് വിൽ പ്രൊഡ്യൂസ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ ഒരു പോയിൻ്റ് എടുക്കുന്നു, ഒരു പി എന്ന് പറയുന്ന ഒരു പോയിൻ്റ് വിചാരിച്ചു. വി വാണ്ട് ടു ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിൻ്റ് പി. നമ്മൾ പി എന്നുള്ള ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇത് പോയിൻ്റ് ചാർജ് അല്ല. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുക? അപ്പോൾ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പോയിൻ്റ് ചാർജിൻ്റെ ഇക്വേഷൻ അറിയാലോ. പോയിൻ്റ് ചാർജിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ 1/4πε0 Q/r². അത് പോയിൻ്റ് ചാർജിൻ്റെ കേസിൽ മാത്രമാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇത് പോയിൻ്റ് ചാർജ് അല്ല, ഇതൊരു ലൈൻ ചാർജാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു സെക്ഷൻ എടുക്കുക. വളരെ ചെറിയൊരു സെക്ഷൻ, ചെറിയൊരു സെക്ഷൻ എടുക്കുക. ഒരു ചാർജ് എലമെൻറ്റ് എന്ന് പറയും, ചാർജ് എലമെൻറ്റ്. ഈ സെക്ഷനിൽ വരുന്ന ചാർജിനെ ഞാൻ DQ എന്ന് വിളിച്ചു. ചാർജ് DQ. ഇതിൻ്റെ ലെങ്ത്ത് നമ്മൾ DL ആയിട്ട് എടുക്കുന്നു. ചാർജ് DQ ആൻഡ് ലെങ്ത്ത് DL. അപ്പോൾ ഇത് അത്രയും ഒരു സ്മോൾ എലമെൻറ്റ് ഓഫ് ചാർജ് ആണെന്ന് വിചാരിക്കും. ഇറ്റ് ഈസ് എ വെരി 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 സ്മോൾ എലമെൻറ്റ് ഓഫ് ചാർജ്. ഓക്കെ, ഈ ഒരു ചാർജിനെ നമുക്ക്, ഈ സെക്ഷനിലുള്ള ഈ DQന് അത്രയും സ്മോൾ എലമെൻ്റ് ആണെങ്കിൽ, ചാർജ് എലമെൻ്റ് എന്ന് പറയും, അത്രയും സ്മോൾ എലമെൻ്റ് ആണെങ്കിൽ നമുക്ക് ഇതിനെ മാത്രം, ഈ ഒരു DQനെ മാത്രം, നമുക്കൊരു പോയിൻ്റ് ചാർജായിട്ട് അസ്യൂം ചെയ്യാം. സോ അസ്യൂം DQ ആസ് എ പോയിൻ്റ് ചാർജ്. അപ്പോൾ ഇവിടുത്തെ പോയിൻ്റ് ചാർജ് ആരാണ്? DQ ആണ്. DQ ആണ് ഇവിടുത്തെ പോയിൻ്റ് ചാർജ്. ഇതിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെയുള്ള പോയിൻ്റാണ് P. അപ്പോൾ DQ ഈസ് എ പോയിൻ്റ് ചാർജ്. അപ്പോൾ ഈ DQ എന്നുള്ള ഈ എലമെൻറ്റ് കാരണം, ചാർജ് എലമെൻറ്റ് കാരണം ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്, അതിനെ ഞാൻ DE എന്ന് വിളിക്കുന്നു. അപ്പോൾ DE എന്താണ്? DE എന്ന് പറയുന്നത് എ സ്മോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് പോയിൻ്റ് P ഡ്യൂ ടു DQ കാരണം ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. DQനെ നമുക്ക് എന്തായിട്ട് എടുക്കാം എന്ന് പറഞ്ഞു? DQനെ നമുക്ക് അത്രയും ചെറിയ എലമെൻ്റ് ആയതുകൊണ്ട് DQനെ നമുക്ക് പോയിൻ്റ് ചാർജായിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. പോയിൻ്റ് ചാർജാണ് ഇക്വേഷൻ എന്താണ്? 1/4πε0. പോയിൻ്റ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താണ്? 1/4πε0 Q/r² ആണ്. Q/r². ഇവിടുത്തെ പോയിൻ്റ് ചാർജ് ആരാണ്? പോയിൻ്റ് ചാർജ് DQ ആണ്. സോ DQ/r². 1/4πε0 DQ/r² ആണ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിൻ്റ് P, എ സ്മോൾ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിൻ്റ് P ഡ്യൂ ടു DQ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് DQനെ എങ്ങനെ മാറ്റാം? ഇതൊരു ലൈൻ ചാർജ് അല്ലേ? ലൈൻ ചാർജാണ്. ലൈൻ ചാർജ് ആണെങ്കിൽ നമ്മൾ ലൈൻ ചാർജ് ഡെൻസിറ്റി പഠിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ക്ലാസ്സിൽ ലൈൻ ചാർജ് ഡെൻസിറ്റി ലാംഡ നമ്മൾ പഠിച്ചെങ്ങനെയാണ്? ലാംഡ ഈക്വൽ ടു DQ/dl. DQ/dl. Lambda is called line charge density, alle. Lambda equal to dq by dl. So dq equal to lambda dl.
dq equal to lambda dl. So substitute here. Therefore de equal to 1 by 4 pi epsilon 0 dq ൻ്റെ സ്ഥാനത്ത് lambda dl. So lambda dl by r square വരും. അപ്പോൾ ഇത് പിയിലുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അല്ലല്ലോ, ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അല്ല, ഇത് ഈ ചാർജ് എലമെൻറ്റ് കാരണം, ഈ ഒരു ചെറിയൊരു ചാർജ് എലമെൻറ്റ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഇതിനെ നമ്മളെന്താ ചെയ്തത്, ഇതിനെ നമ്മളൊരു പോയിന്റ് ചാർജായിട്ട് ട്രീറ്റ് ചെയ്തു. എന്നിട്ട് പോയിന്റ് ചാർജിൻ്റെ ഇക്വേഷൻ എഴുതി. ഇവിടുത്തെ പോയിന്റ് ചാർജ് ഡി ക്യു ആണ്. അപ്പോൾ ഇക്വേഷൻ എഴുതി. പിന്നെ നമ്മൾ ഡി ക്യൂവിനെ റീപ്ലേസ് ചെയ്തു. ഇങ്ങനെ റീപ്ലേസ് ചെയ്തു. ലാംഡ വെച്ച് റീപ്ലേസ് ചെയ്യാൻ കാരണം ഇത് ലൈൻ ചാർജ് ആവും. ലൈൻ ചാർജ് ആയതുകൊണ്ട് ലൈൻ ചാർജ് ഡെൻസിറ്റി എടുക്കണം ലാംഡ. അപ്പോൾ ദെർഫോർ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? ടോട്ടൽ. അപ്പോൾ ഇതുപോലുള്ള കുറേ എലമെൻറ്റുകൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ എടുക്കാമല്ലോ. ഇതുപോലുള്ള കുറേ ഡി ക്യു കുറേ എലമെൻറ്റുകൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ എടുക്കാമല്ലോ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ എന്ത് ചെയ്യണം? ഈ സ്മോൾ എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ഫീൽഡിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രൽ ഡി ഇ എന്ന് എടുക്കണം. ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 by 4 pi epsilon 0 lambda dl by r square വരും. We can take a constant outside, so I am taking 1 by 4 pi epsilon 0 outside and integral lambda dl by r square. ഇതാണ് മെത്തേഡ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? അതിൻ്റെ മുകളിൽ ചെറിയൊരു സെക്ഷൻ എടുക്കുക, അതിനെ നമുക്ക് പോയിന്റ് ചാർജായിട്ട് ട്രീറ്റ് ചെയ്യുക, എന്നിട്ട് പോയിന്റ് ചാർജിൻ്റെ ഇക്വേഷൻ എഴുതുക. അപ്പോൾ അത് ആ പോയിന്റ് ചാർജ് കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. ആ സ്മോൾ ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ദെൻ വി വിൽ ഗെറ്റ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ. സെക്കൻഡ് കേസ് ഇതേ സംഭവം. സെക്കൻഡ് വൺ, due to a surface charge ഡിസ്ട്രിബ്യൂഷൻ വിചാരിക്കുക. അടുത്ത നമ്മളൊരു സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ് എടുക്കുന്നത്. അപ്പോൾ സർഫസ് ചാർജ്, അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സെക്ഷൻ എടുത്തു. അപ്പോൾ ഇവിടെ ഒരു സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ് എടുത്തത്. സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ. അറ്റ് എ ഡിസ്റ്റൻസ് ദർ ഇസ് എ പോയിന്റ് പി. നമ്മളെന്താ എഴുതാൻ പോകുന്നത്? പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. പി എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? എന്താ നമ്മൾ പറഞ്ഞത്? ഇതിനകത്ത് ചെറിയൊരു എലമെൻ്റ് എടുക്കണം. കാരണം നമുക്കറിയുന്നത് പോയിന്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനാണ് നമുക്കറിയുന്നത്. ഇത് പോയിന്റ് ചാർജ് അല്ല, ഇറ്റ് ഈസ് എ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അല്ലേ. അപ്പോൾ നമ്മൾ ചെറിയൊരു സെക്ഷൻ എടുക്കുക. ഈ ചെറിയ സെക്ഷൻ്റെ ചാർജിനെ നമ്മൾ നേരത്തെ എടുത്ത പോലെ ഈ ചാർജിനെ ഞാൻ ഡി ക്യു എന്ന് വിളിക്കുന്നു. സോ വി ക്യാൻ കൺസിഡർ ആസ് എ പോയിന്റ് ചാർജ്. ആ ഡി ക്യു എന്ന് പറയുന്ന സെക്ഷൻ വി ക്യാൻ കൺസിഡർ ആസ് എ പോയിന്റ് ചാർജ്. ഇതിൻ്റെ ഏരിയ ഞാൻ ഡി എ എന്ന് എടുക്കുന്നു. ഏരിയ ഡി എ അറ്റ് എ ഡിസ്റ്റൻസ് ആർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇത് ഞാൻ പറഞ്ഞു, ഇത് മാത്രം നമ്മളൊരു പോയിന്റ് ചാർജ്, ഡി ക്യുവിനെ നമ്മളൊരു എലമെൻറ്റിനെ പോയിന്റ് ചാർജായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. പോയിന്റ് ചാർജ് ആണെങ്കിൽ ഇത് കാരണം ഡി ക്യു കാരണം ഇവിടെ ഉണ്ടാവുന്ന സ്മോൾ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് ഡി ഇ എന്ന് വിളിക്കാം അല്ലേ. ഇപ്പോൾ ചെയ്ത അതേ മെത്തേഡ് തന്നെ ഡി ഇ. ഇവിടുത്തെ പോയിന്റ് ചാർജായിട്ട് ട്രീറ്റ് ചെയ്ത് ആരെയാണ്? പോയിന്റ് ചാർജായിട്ട് ട്രീറ്റ് ചെയ്തത് ഡി ക്യൂവിനെയാണ്. സോ 1 by 4 pi epsilon 0 പോയിന്റ് ചാർജാണ്. ഇക്വേഷൻ എന്താണ്? 1 by 4 pi epsilon q by r square. ഇവിടുത്തെ പോയിന്റ് ചാർജ് ഡി ക്യു ആണ്. സോ ഡി ക്യു ബൈ ആർ സ്ക്വയർ. ഇനി നമ്മളിപ്പോൾ ചെയ്ത പോലെ ഡി ക്യൂനെ മാറ്റാൻ പോവാണ്, ഡി ക്യൂനെ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. ഇതിപ്പോൾ ലൈൻ ചാർജ് ആയതുകൊണ്ടാണ് നമ്മൾ ലാംഡ വെച്ച് ചെയ്തത്. ലാംഡേൻ്റെ പേര് ലൈൻ ചാർജ് ഡെൻസിറ്റി. ഇതിപ്പോൾ സർഫസ് ചാർജാണ്, സർഫസിലാണ് ചാർജ്. അപ്പോൾ നമ്മൾ സിഗ്മ ഉപയോഗിക്കണം. സിഗ്മേൻ്റെ പേരെന്തായിരുന്നു? സർഫസ് ചാർജ് ആകുമ്പോൾ സിഗ്മ ഉപയോഗിക്കണം. സിഗ്മ ഈസ് കോൾഡ് സർഫസ് ചാർജ് ഡെൻസിറ്റി അല്ലേ. സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി എ പഠിച്ചാണല്ലോ. ഡി ക്യൂ ബൈ ഡി എ എന്ന് പറഞ്ഞാൽ ഈ സെക്ഷൻ്റെ ചെറിയ സ്മോൾ സെക്ഷൻ്റെ ഏരിയ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഡി ക്യൂ ഈക്വൽ എന്ത് വരും? ഡി ക്യൂ ഈക്വൽ സിഗ്മ ഡി എ വരും. സോ ദർഫോർ ഡി ഇ ഈക്വൽ ടു 1 by 4 pi epsilon 0 ഡി ക്യൂവിൻ്റെ സ്ഥാനത്ത് സിഗ്മ ഡി എ. സോ സിഗ്മ ഡി എ ബൈ ആർ സ്ക്വയർ ആയി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഡി ക്യൂ എന്ന് പറഞ്ഞാൽ ഈ സെക്ഷൻ കാരണം ഇവിടെ ഉണ്ടാകുന്ന ഈ എലമെൻറ്റ് കാരണം ഇവിടെ ഉണ്ടാകുന്ന സ്മോൾ ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ഇൻ്റഗ്രൽ ഡി ഇ. ഓക്കെ. ഡി ഇൻ്റെ സ്ഥാനത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/4πε0 ഇസ് എ കോൺസ്റ്റൻറ്റ്. ഇത് കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് അത് പുറത്ത് ടേക്ക് ഔട്ട് സൈഡ്. സോ എന്താവും 1/4πε0 ടേക്ക് ഔട്ട് സൈഡ് ഇൻ്റഗ്രൽ. ബാക്കിയുള്ളത് ആരാണ്? സിഗ്മ ഡി എ ബൈ ആർ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്. ഇങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് കാണേണ്ട മെത്തേഡ്. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് കഴിഞ്ഞാലും സർഫസ് ചാർജ് ആകുമ്പോൾ ഇങ്ങനെ സിഗ്മ വെച്ച് ചെയ്യണം, ലൈൻ ചാർജ് ആകുമ്പോൾ ഇതുപോലെ ലാംഡ വെച്ച് ചെയ്യണം. അതുപോലെ നമ്മൾ വേറെന്ന് പറഞ്ഞു വോളിയം ചാർജ് അല്ലേ. അപ്പോൾ ഡ്യൂ ടു വോളിയം ചാർജ് ആണെങ്കിലോ, വോളിയം ചാർജ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തേർഡ് വൺ, ഡ്യൂ ടു വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബോഡി കൺസിഡർ ചെയ്താൽ അതിൻ്റെ സർഫസിലും ചാർജ് ഉണ്ടാവും അല്ലേ, സർഫസിലും ചാർജ് ഉണ്ടാവും, ഉള്ളിലും ചാർജ് ഉണ്ടാവും. എന്നാൽ ആ ബോഡീൻ്റെ എൻ്റയർ വോളിയത്തിൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. അപ്പം ഞാനിവിടെ ഒരു ക്യൂബ് എങ്ങാനും എടുക്കുന്നു, ക്യൂബ്. ഓക്കെ, ഈ ക്യൂബിൻ്റെ സർഫസിലും ഇൻസൈഡൊക്കെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെന്ന് വിചാരിച്ചു. ദിസ് ഈസ് കോൾഡ് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് അകലെ ഒരു പോയിൻ്റാണ് പി. ആർ ഡിസ്റ്റൻസ് അകലെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പോയിന്റ് പി, കൺസിഡർ പോയിന്റ് പി. ദെൻ വി വാണ്ട് ടു ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സെക്ഷൻ എടുക്കണം. ഈ വലിയ ക്യൂബിൻ്റെ ഉള്ളിൽ വളരെ ചെറിയൊരു ക്യൂബ് നമ്മൾ അസ്യൂം ചെയ്യുക, വളരെ ഒരു സ്മോൾ സെക്ഷൻ അസ്യൂം ചെയ്യുക. ഇപ്പോൾ പറഞ്ഞതുപോലെ ഇതിൻ്റെ ചാർജ് ഡി ക്യൂ, ഇതിൻ്റെ വോളിയം ഡി വി. ഇതിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് അകലെയുള്ള പോയിൻ്റാണ് പി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എഴുതണം. ഫസ്റ്റ് എഴുതുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡി ക്യൂ ആണ് അല്ലേ. ഡി ക്യൂ ക്യാൻ ബി കൺസിഡർഡ് ആസ് എ പോയിന്റ് ചാർജ്. അപ്പോൾ പോയിന്റ് ചാർജ് ആകുമ്പോൾ ഡി ക്യൂ കാരണം ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡി ക്യൂ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡി ഇ. അപ്പോൾ ഇക്വേഷൻ എന്തായിരിക്കും? 1/4πε0 Q/r² എന്നുള്ളടത്ത് dQ/r². ഇനി ഡി ക്യൂവിനെ റീപ്ലേസ് ചെയ്യണം. ഇത് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അല്ലേ. വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ നമ്മൾ എന്തെടുക്കണം? വോളിയം ചാർജ് ഡെൻസിറ്റി എടുക്കണം. വോളിയം ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ റോ ആണ് അല്ലേ. വോളിയം ചാർജ് ഡെൻസിറ്റി റോ എന്ന് വെച്ചാൽ എന്തായിരുന്നു? റോ എന്ന് വെച്ചാൽ dQ/dV ആയിരുന്നു. dQ/dV. സോ ഡി ക്യൂ ഈക്വൽ എന്ത് കിട്ടും? ഡി ക്യൂ ഈക്വൽ റോ ഡി വി. റോ ഇസ് കോൾഡ് വോളിയം ചാർജ് ഡെൻസിറ്റി. അപ്പോൾ ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ ലാംഡ വെച്ച് ചെയ്യണം, സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ സിഗ്മ വെച്ച് ചെയ്യണം, വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ റോ വെച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡി ക്യൂവിൻ്റെ സ്ഥാനത്ത് റോ ഡി വി. ദർഫോർ ഡി ഇ ഈക്വൽ ടു 1/4πε0 dQ/r². ഡി ക്യൂവിൻ്റെ സ്ഥാനത്ത് റോ ഡി വി. സോ റോ ഡി വി ബൈ r² വരും. ദിസ് ഈസ് എ സ്മോൾ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി ഡ്യൂ ടു ഡി ക്യൂ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡാണ് അല്ലേ. ദർഫോർ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ എന്ത് ചെയ്യണം? ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/4πε0 ടേക്ക് ഔട്ട് സൈഡ്. ദർഫോർ 1/4πε0 ടേക്ക് ഔട്ട് സൈഡ്. ദെൻ ഇൻ്റഗ്രൽ റോ ഡി വി ബൈ r². ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. ഇങ്ങനെ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കിട്ടിക്കഴിഞ്ഞാലുള്ള മെത്തേഡ് എന്താണ്? അതിൻ്റെ മുകളിൽ ചെറിയൊരു സെക്ഷൻ എടുക്കുക, ചെറിയൊരു ചാർജ് എലമെൻ്റ് എടുക്കുക, വളരെ ചെറിയ സെക്ഷൻ ഡി ക്യൂ എടുക്കുക. അതിനെ നമ്മൾ പോയിന്റ് ചാർജായിട്ട് ട്രീറ്റ് ചെയ്യുക. എന്നിട്ട് പോയിന്റ് ചാർജ് ഇൻഡിക്കേഷൻ, ഇലക്ട്രിക് ഫീൽഡ് ഇൻഡിക്കേഷൻ നമുക്കറിയാം. പോയിന്റ് ചാർജ് ഇൻഡിക്കേഷൻ 1/Q/r². ക്യൂവിൻ്റെ സ്ഥാനത്ത് ഡി ക്യൂ ആണ് നമ്മൾ പോയിന്റ് ചാർജായിട്ട് എടുക്കുന്നത്. ആ ഇക്വേഷൻ എഴുതുക. പിന്നെ ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണോ, സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണോ, വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണോ എന്നതിനനുസരിച്ച് ലാംഡ സിഗ്മ റോ ഇത് വെച്ചിട്ട് ഡി ക്യൂവിനെ മാറ്റി ചെയ്ത പോലെ. എന്നിട്ട് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇതാണ് മെത്തേഡ്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്ന മെത്തേഡ്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് വൺ ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സ് ഡിനോട്ടഡ് ബൈ ഫൈ. ഇലക്ട്രിക് ഫ്ലക്സ്. ഓക്കെ, എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ്? നമ്മൾ 2 ക്ലാസ് മുന്നേ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അല്ലേ. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സർഫസ് ചെയ്യായിരിക്കുന്നു. ഞാനിവിടെ ഇങ്ങനെ ഒരു സർഫസ് ഇങ്ങനെ എടുക്കുന്നു.
കൺസിഡർ എ സർഫസ്. ഈ സർഫസിനകത്ത് ഞാൻ വളരെ ചെറിയൊരു സെക്ഷൻ എടുക്കുന്നു. ഇങ്ങനെ വളരെ സ്മോൾ സെക്ഷൻ ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഈ സെക്ഷൻ്റെ ഏരിയ നമ്മൾ ഡി എസ് എന്നോ ഡി എ എന്നോ എന്തോ എടുക്കുന്നു. ഇങ്ങനെ ഈ ഒരു സെക്ഷൻ്റെ ഏരിയനെ തൽക്കാലം നമ്മൾ ഡി എസ് എന്ന് എടുക്കുന്നു. ഡി എസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏരിയ ആണ്. ആ സെക്ഷൻ്റെ ഏരിയ ആണ് എന്തെന്ന് ഡി എസ്. ഓക്കെ, ഇനി നമ്മൾ വിചാരിക്കുക ഈ ഒരു സെക്ഷനിലൂടെ ഈ സർഫസിലൂടെ ഇങ്ങനെയുള്ള ഈ സർഫസിലൂടെ ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്യുന്നതായിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അതിലൂടെ പാസ് ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യണമെങ്കിൽ എന്താ സ്ഥിതി? നമ്മൾ പഠിച്ചിട്ടുണ്ട്, പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ പോസിറ്റീവ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എവേ ആണ്. നെഗറ്റീവ് ചാർജാണ് വെച്ചെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ടുവേർഡ്സ് ആണ്. ഓർമ്മയുണ്ടല്ലോ? അപ്പം അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഏതോ ചാർജ് ഇവിടെ ഉണ്ട്. ആ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡാണ്, ആ ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഞാൻ ഇങ്ങനെ എടുത്തു. ഇതിലൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഞാൻ ഇങ്ങനെ എടുത്തു. ഇങ്ങനെ കുറേ വിചാരിക്കണം, ഇങ്ങനെ കുറേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നു എന്ന് വിചാരിക്കും. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഒരു സർഫസിലൂടെ അതിന് നോർമലായി പാസ് ചെയ്യുന്ന നോർമലായിട്ട് മീൻസ് പെർപെൻഡിക്കുലറായിട്ട് പാസ് ചെയ്യുന്ന ഈ സർഫസിലൂടെ നോർമലായിട്ട് പാസ് ചെയ്യുന്ന സർഫസിന് നോർമലായിട്ട് പെർപെൻഡിക്കുലറായിട്ട് പാസ് ചെയ്യുന്ന ഇതുപോലെയുള്ള കുറേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമുക്ക് അസ്യൂം ചെയ്തുകൂടെ? ഞാൻ ജസ്റ്റ് ഒരു ലൈൻ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ മാത്രമേ കാണിച്ചുള്ളൂ. അങ്ങനെ കുറേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നിങ്ങൾ വിചാരിക്കും. അപ്പോൾ ചാർജ് ഇവിടെയുണ്ട്, ആ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നിങ്ങൾ അസ്യൂം ചെയ്യും. അപ്പോൾ ഒരു സർഫസിന് നോർമലായിട്ട് പാസ് ചെയ്യുന്ന ഇങ്ങനെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം, ദ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിങ് നോർമലി ത്രൂ എ സർഫസ്. ഒരു സർഫസിന് നോർമലായിട്ട് പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണമാണ് ഇലക്ട്രിക് ഫ്ലക്സ്. നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിങ് നോർമലി ത്രൂ എ സർഫസ്. അപ്പോൾ പാസിങ് നോർമലി എന്നല്ലേ പറയുന്നത്, പെർപെൻഡിക്കുലർലി. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ സർഫസിന് ഇവിടെയുള്ള ഈ ചെറിയ നമ്മളൊരു ഏരിയ ഡി എസ് എടുത്തല്ലോ, ഇതിന് നമ്മളൊരു നോർമൽ വെക്ടർ വരയ്ക്കുക. നോർമൽ വെക്ടർ മീൻസ് അതിന് ഈ ഏരിയക്ക്, ഈ ഡി എസ് എന്ന് പറയുന്ന ഏരിയക്ക് നമ്മളൊരു നോർമൽ വെക്ടർ വരയ്ക്കുക. നോർമൽ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇതിന് പെർപെൻഡിക്കുലറായിട്ട്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സർഫസ് എടുത്താൽ ഇതിന് നോർമൽ വെക്ടർ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ സർഫസിന് ഞാനൊരു നോർമൽ വെക്ടർ വരയ്ക്കും. നോർമൽ വെക്ടർ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലറായിട്ട് ഔട്ട്വേർഡ് ഡയറക്ഷനിൽ ഒരു വെക്ടർ വിചാരിക്കുക. ഇതിന് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ പെൻ ഇങ്ങനെ വെച്ച പോലെ പെർപെൻഡിക്കുലറായിട്ട് ഔട്ട്വേർഡ് ഡയറക്ഷനിൽ ഒരു വെക്ടർ വിചാരിക്കുക. ദാറ്റ് ഈസ് കോൾഡ് നോർമൽ വെക്ടർ ഓർ ഏരിയ വെക്ടർ എന്നും പറയും. അപ്പോൾ ഈ സർഫസിന് നോർമലായിട്ട് ഞാനൊരു നോർമൽ വെക്ടർ വരച്ചു. ഒരു എൻ ക്യാപ്പ് ഞാൻ കൊടുത്തു. ഏരിയ വെക്ടർ എന്ന് പറഞ്ഞാൽ നോർമൽ വെക്ടർ ഞാൻ കാണിച്ചു. അപ്പോൾ ഈ സർഫസിന് നോർമൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയുള്ള ലൈൻസാണ് വേണ്ടത്? ഈ സർഫസിന് നോർമലായിട്ട്. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്ത് ഇങ്ങനെയല്ലേ പാസ് ചെയ്തത്. പക്ഷേ എങ്ങനെയുള്ള ലൈൻസിൻ്റെ എണ്ണമാണ് പറയുന്നത്? ഇതിന് നോർമലായിട്ട് പാസ് ചെയ്യുന്ന അപ്പോൾ ഈ നോർമൽ വെക്ടർ എന്ന് പറഞ്ഞാൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ. ഓക്കെ, ഈ നോർമൽ വെക്ടറിൻ്റെ ഡയറക്ഷനിൽ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണമാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ആംഗിൾ ഞാൻ തീറ്റ എന്നെടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഈ സ്മോൾ ഏരിയയിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ്. അതുകൊണ്ട് ഞാൻ D∅ എന്ന് വിളിക്കുന്നു. ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ സ്മോൾ ഏരിയ DS. സ്മോൾ ഏരിയയിലൂടെ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഈ പെർപെൻഡിക്കുലർ ഇങ്ങനെ എടുക്കുന്നു. ഈ പെർപെൻഡിക്കുലർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിന് പെർപെൻഡിക്കുലറായിട്ട് പാസ് ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം. പെർപെൻഡിക്കുലർ ഇൻറ്റു DS എന്നാണ്. DS എന്ന് പറഞ്ഞാൽ ഈ സർഫസിൻ്റെ ഏരിയ. ഈ പെർപെൻഡിക്കുലർ ഇൻറ്റു DS. എന്താണ് ഈ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കമ്പോണൻറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് നോർമൽ വെക്ടർ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിനെ ഞാൻ രണ്ട് കമ്പോണൻ്റ് ആക്കിയാൽ ഇങ്ങോട്ടേക്ക് ഈ ഡയറക്ഷനിൽ ആരുണ്ടാവും?
ഈ ആംഗിൾ തീറ്റ ആണല്ലോ, ഈ ഡയറക്ഷനിൽ ഈ കോസ് തീറ്റ ഉണ്ടാവും. അപ്പോൾ ഈ കോസ് തീറ്റ ഇങ്ങനെ ഉണ്ടാവും, ഈ കോസ് തീറ്റ ഇങ്ങനെ ഉണ്ടാവും, ഈ സൈൻ തീറ്റ ഇങ്ങനെ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ ഈ സൈൻ തീറ്റ ഉണ്ടാവും. അതിൽ ഇതല്ല വേണ്ടേ, ഈ കോസ് തീറ്റ ആണല്ലോ നോർമൽ വെക്ടറിൻ്റെ ഡയറക്ഷനിലുള്ളത്. ഈ കോസ് തീറ്റൻ്റെ പേരാണ്, ഈ കോസ് തീറ്റയാണ് ഈ പെർപെൻഡിക്കുലർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പെർപെൻഡിക്കുലർ എന്ന് ഉദ്ദേശിക്കുന്ന കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ നോർമൽ വെക്ടറിൻ്റെ ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റ്, നോർമൽ വെക്ടറിൻ്റെ ഡയറക്ഷൻ. കാരണം നമുക്ക് നോർമൽ വെക്ടറിൻ്റെ ഡയറക്ഷനിൽ പാസ് ചെയ്യുന്ന ലൈൻസാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷനിൽ പാസ് ചെയ്യുന്ന കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ കോസ് തീറ്റ അല്ലേ. ദാറ്റ് ഈ കോസ് തീറ്റനെയാണ് ഈ പെർപെൻഡിക്കുലർ എന്ന് വിളിക്കുന്നത്. ഈ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ദ കമ്പോണൻറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ കമ്പോണൻറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് നോർമൽ വെക്ടർ, ഈ ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റ്, ദാറ്റ് ഈസ് കോൾഡ് ഈ പെർപെൻഡിക്കുലർ. ഓക്കെ, സോ ഈ പെർപെൻഡിക്കുലർ മീൻസ് ഈ കോസ് തീറ്റ ഇൻറ്റു ഡി എസ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഈ ഡി എസ് കോസ് തീറ്റ. ഓക്കെ, in vector form we can write it as, in vector form നമുക്ക് എങ്ങനെ ഇതാ എ ബി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി അല്ലേ. അപ്പോൾ ഈ ഡി എസ് കോസ് തീറ്റ എന്ന് പറയുമ്പം വെക്ടർ ഇ ഡോട്ട് വെക്ടർ ഡി എസ്. അപ്പോൾ വെക്ടർ ഇ ഡോട്ട് വെക്ടർ ഡി എസ് കിട്ടും. ഇതാണ് ഇലക്ട്രിക് ഫ്ലക്സ് കാണ്ടിക്കേഷൻ. ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ സ്മോൾ ഏരിയ ഡി എസ്. ഈ സ്മോൾ ഏരിയ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഈ സ്മോൾ ഏരിയയിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് ആയത്. ദർഫോർ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കാണാൻ എന്ത് ചെയ്യണം? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദിസ് സർഫസ്. അപ്പോൾ നിങ്ങൾ ഈ സർഫസ് വിചാരിക്കും, ഈ സർഫസിലൂടെ കുറേ ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നു വിചാരിച്ചു. നമ്മൾ സ്മോൾ ഏരിയയിലൂടെയുള്ള ഫീൽഡ് ലൈൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഈ സർഫസിലൂടെ ഈ കാണിച്ചിരിക്കുന്ന ഈ സർഫസിലൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ നോർമലായിട്ട് പാസ് ചെയ്യുന്ന ടോട്ടൽ ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം, ദാറ്റ് ഇസ് കോൾഡ് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ്. അപ്പോൾ ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ ദിസ് സർഫസ്, ദാറ്റ് ഇസ് കോൾഡ് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ്. അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കാണണമെങ്കിൽ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇത് ഈ സ്മോൾ ഏരിയയിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. സോ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കാണാൻ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സോ ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് വരും. This will be the total electric flux. ഓക്കെ, പിന്നെ നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സിനെ പറ്റി പറയാമെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതിലൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം, നമ്പർ എന്നല്ല പറഞ്ഞു. അപ്പോൾ അതൊരു നമ്പർ മാത്രമാണ്. സോ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി, സ്കേലാറാണ്. ഓക്കെ, ഇനി ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ SI യൂണിറ്റ് ഇതിൻ്റെ SI യൂണിറ്റ് വരിക. നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് പഠിച്ചു അല്ലേ. ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റീൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കുളമ്പ് എന്നാണ് അല്ലേ. ന്യൂട്ടൺ പെർ കുളമ്പ്. അത് ഇലക്ട്രിക് ഫീൽഡ്. അതിൻ്റെ കൂടെ ഏരിയ ഉണ്ട് അല്ലേ, അതിൻ്റെ കൂടെ ഏരിയ DS. ഏരിയ എന്ന് പറയുമ്പോൾ മീറ്റർ സ്ക്വയർ. അപ്പോൾ എന്താണ് യൂണിറ്റ്? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളമ്പ് വരും. ഓർ ഇതിന് തന്നെ വേറൊരു യൂണിറ്റ് ഉണ്ട്. അത് നമുക്ക് അടുത്ത ചാപ്റ്റർ എടുക്കുമ്പോൾ ആ യൂണിറ്റ് എങ്ങനെയാണ്, രണ്ടാമത് ഞാൻ എഴുതാൻ പോകുന്ന യൂണിറ്റ് നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കുമ്പോൾ പറയാം. ആ യൂണിറ്റ് എങ്ങനെയാണ് വന്നത് എന്നുള്ളത് നമുക്ക് അവിടെ പഠിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുകയാണ് ഇപ്പോൾ. ഇതിൻ്റെ യൂണിറ്റാണ് വോൾട്ട് മീറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് കൂടിയുണ്ട് ഇലക്ട്രിക് ഫ്ലക്സ്. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളമ്പ് ഓർ വോൾട്ട് മീറ്റർ. പിന്നെ ഞാൻ പറയുന്നത് ഈ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ്. ഓക്കെ, ഡയമെൻഷണൽ ഫോർമുല എങ്ങനെ കാണും? യൂണിറ്റ് നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ സംഭവം ഫോഴ്സിൻ്റെ യൂണിറ്റ് അല്ലേ, ന്യൂട്ടൺ ഫോഴ്സ്. അപ്പോൾ ഡയമെൻഷണൽ ഫോർമുല mL(T⁻²). കുളമ്പ് എന്ന് പറയുമ്പോൾ ചാർജാണ് അല്ലേ. കുളമ്പിനെ നമ്മൾ പറഞ്ഞ ഡയമെൻഷണൽ ഫോർമുല AT ആണ്, ആംബിയറിൻ്റെയും ടൈമിലെ AT. പിന്നെ മീറ്റർ എന്ന് പറയുമ്പോൾ ലെങ്ത് അല്ലേ, അപ്പോൾ ലെങ്ത്തിൻ്റെ സ്ക്വയർ L². അപ്പോൾ ഇതൊന്ന് സോൾവ് ചെയ്തെടുത്താൽ ഡയമെൻഷണൽ ഫോർമുല. അപ്പോൾ എന്തൊക്കെ വരും? mL³ T⁻³ വരും. T⁻³ A⁻1 വരും. ഇതായിരിക്കും ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല വരിക. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരു സർഫസിന് നോർമലായിട്ട് പെർപെൻഡിക്കുലറായിട്ട് പാസ് ചെയ്യുന്ന
ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എ സർഫസ് ഈസ് കോൾഡ് ഇലക്ട്രിക് ഫ്ലക്സ്. നെക്സ്റ്റ്, ഇപ്പോൾ നമ്മൾ ഞാൻ ഇങ്ങനൊരു സർഫസ് വിചാരിച്ചു, ഒരു കേസ് പറയുകയാണേ, ഇങ്ങനൊരു സർഫസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു സർഫസ് വിചാരിക്കും, ഈ വെച്ച പോലെ ഒരു സർഫസ് നമ്മൾ എടുക്കുക. ഇതിന് അപ്പോൾ ഇങ്ങനൊരു സർഫസ് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മക്കളെ ഇതിന് നോർമൽ വെക്ടർ എങ്ങനെ വരയ്ക്കുക? നോർമൽ വെക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സർഫസിന് നോർമലായിട്ട് ഔട്ട്വേർഡ് അല്ലേ, പുറത്തേക്ക്. അപ്പോൾ നോർമലായിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ ഈ സർഫസ് ഇങ്ങനെ തന്നെയാണുള്ളത്. അപ്പോൾ നോർമലായിട്ട് പുറത്തേക്കാണ് നോർമൽ വെക്ടർ. അപ്പോൾ നോർമൽ വെക്ടർ ഇങ്ങനെയാണ് വരിക, ഇങ്ങനെ ഈ ഡാഷിൽ ഔട്ട്വേർഡ്. നോർമൽ വെക്ടർ അങ്ങനെയാണേ. ഇതിലൂടെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ പാസ് ചെയ്തു, ഇങ്ങനെ കുറേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ചാർജ് ഉണ്ട്, ആ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസാണ് ഇതൊക്കെ. ഓക്കെ, നമ്മൾ നേരത്തെ ഫ്ലക്സ് പറയുന്ന സമയത്ത് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഫ്ലക്സിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതിയ ഈ ഡി എസ് കോസ് തീറ്റ അല്ല, അങ്ങനെയൊക്കെയല്ല എഴുതിയ ഈ ഡി എസ് കോസ് തീറ്റ. ആ പിക്ചറിൽ നിങ്ങൾ നോക്കിയാൽ മതി, ആര് തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. തീറ്റ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡും അല്ലേ, ഇലക്ട്രിക് ഫീൽഡും നോർമൽ വെക്ടറും നോർമൽ വെക്ടർ അല്ലെങ്കിൽ ഏരിയ വെക്ടർ എന്ന് പറയും. ഇലക്ട്രിക് ഫീൽഡും നോർമൽ വെക്ടറും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് നോർമൽ വെക്ടർ. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയല്ലേ പാസ് ചെയ്തത്? ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ തന്നെയാണ് പാസ് ചെയ്തത്. നമ്മുടെ നോർമൽ വെക്ടർ ഉള്ളത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ സർഫസ് വെച്ചാൽ നോർമൽ വെക്ടർ ഈ ഡയറക്ഷനിൽ ഔട്ട്വേർഡ് അല്ലേ, ഔട്ട്വേർഡായിട്ട് സർഫസിന് ഔട്ട്വേർഡായിട്ട് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെ നോർമൽ വെക്ടർ ഉണ്ടാവും. അപ്പോൾ നോർമൽ വെക്ടർ ഇങ്ങനെയാണ്, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ്. സോ നോർമൽ വെക്ടർ ഇങ്ങനെ, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ. അപ്പോൾ ദേ ആർ പെർപെൻഡിക്കുലർ. സോ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് നോർമൽ വെക്ടർ ആർ പെർപെൻഡിക്കുലർ. നോർമൽ വെക്ടർ ഈ ഡയറക്ഷനിലാണ്. ഇലക്ട്രിക് ഫീൽഡും നോർമൽ വെക്ടറും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. ഓക്കെ, അപ്പോൾ എന്തായി? തീറ്റ എന്തായി? 90 ആയി. കാരണം ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ്, നോർമൽ വെക്ടർ ഇങ്ങനെയാണ്. സോ ദ ആംഗിൾ ബിറ്റ്വീൻ നോർമൽ വെക്ടർ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് 90, cos 90. cos 90 വരുമ്പം ഫ്ലക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. cos 90 അല്ലേ വരിക, അപ്പോൾ 0 വരും. അപ്പോൾ ഇതിലൂടെ ഇലക്ട്രിക് ഫ്ലക്സ് 0 ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സർഫസ് ആയിരിക്കും, ഈ സർഫസിന് പാരലായിട്ട് ഇങ്ങനെ തന്നെ ഇതിലൂടെ ഇങ്ങനെ തന്നെ ഇതിലൂടെ കാണിച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്താൽ ഫ്ലക്സ് എന്താണ്? 0 ആണ്. ഓക്കെ, ഇനി ഞാൻ അടുത്ത കേസ്, ഒരു സർഫസ് നമ്മൾ ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ വെച്ചു. അപ്പോൾ ഈ സർഫസ് ഞാൻ വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണുള്ളത്. നേരത്തെ ഇങ്ങനെ വെച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മളിപ്പോൾ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്, ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സർഫസിലൂടെ ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിച്ചു. ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്യുന്നത് ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ് പാസ് ചെയ്യുന്നത്, സർഫസിലൂടെ ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു എമേർജിങ് ഇലക്ട്രിക് ഫീൽഡ്. എമേർജിങ് എന്ന് പറഞ്ഞാൽ ഈ സർഫസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് അല്ലേ. അപ്പോൾ ഈ സർഫസിനോട് ചേർന്നിട്ട് ഇവിടെയാണ് ചാർജ് എന്ന് വിചാരിച്ചോ. അപ്പോൾ സർഫസിൽ നിന്നുള്ള എമേർജിങ് ഇലക്ട്രിക് ഫീൽഡ്, അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വിചാരിക്കും. അപ്പോൾ ഞാൻ ഈ സർഫസിലേക്ക് എൻ്റർ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഞാൻ കാണിച്ചില്ല, കാണിച്ചില്ല. ഇതിൽ നിന്ന് എമേർജ് ചെയ്യാന്ന് വിചാരിച്ചു. സർഫസിൽ നിന്ന് എമേർജ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡാണ്, ഇതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നല്ലേ എമേർജ് ചെയ്യുന്നത്, ഈ ഭാഗത്ത് നിന്നാണല്ലോ എമേർജ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോർമൽ വെക്ടർ വരക്കുക. ഇപ്പോൾ സർഫസ് ഇങ്ങനെ വെച്ചാൽ ഞാൻ പറഞ്ഞു, നേരത്തെ ഇങ്ങനെ വെച്ചാൽ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് നോർമൽ വെക്ടർ എന്ന് പറഞ്ഞു. ഇങ്ങനെ പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെയാണ് നോർമൽ വെക്ടർ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സർഫസ് ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും നോർമൽ വെക്ടർ, കാരണം ഇവിടുന്ന് എമേർജ് ചെയ്യല്ലേ. അപ്പോൾ ഇവിടുന്ന് എമേർജ് ചെയ്യുമ്പോൾ ഇവിടെ വരക്കുക നോർമൽ വെക്ടർ. അപ്പോൾ നോർമൽ വെക്ടർ ഇങ്ങനെ വരിക, ഇതിന് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെ വരും നോർമൽ വെക്ടർ. ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഇവിടുന്ന് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഇതായിരിക്കും നോർമൽ വെക്ടർ. സോ നോർമൽ വെക്ടർ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ആർ പാരലൽ അല്ലേ. ഇതിൻ്റെ ഏരിയ ഞാൻ ഡി എസ് എടുക്കുന്നതിന് പകരം നമ്മൾ വേണം എസ് നിർത്തും. ഇതിൻ്റെ ടോട്ടൽ ഏരിയനെ ഞാൻ അങ്ങ് എസ് എടുത്തു. അപ്പോൾ നമ്മൾ ഡി എസ് കൊടുക്കുന്നില്ല, എസ് കൊടുക്കുന്നു. ഇതിൻ്റെ ടോട്ടൽ ഏരിയ എസ്. അപ്പോൾ ഫ്ലക്സ് എന്തായി? അപ്പോൾ നോർമൽ വെക്ടർ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ആർ പാരലൽ. അപ്പോൾ ഇവർ തമ്മിലുള്ള ആംഗിൾ അല്ലേ തീറ്റ. അപ്പോൾ ഇവർ തമ്മിൽ പാരലൽ ആയതുകൊണ്ട് തീറ്റ എന്താണ്? 0 ആണ്. അപ്പോൾ ഈ ഡി എസിന് പകരം എസ്, ഈ എസ് കോസ് തീറ്റയ്ക്ക് പകരം 0, cos 0 1. സോ ഇറ്റ് വിൽ ബിക്കം ഇ എസ് എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ഇ എസ് ആ പോസിറ്റീവ് ഇ എസ് അല്ലേ, ഇ എസ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത കേസ് ചെയ്യാൻ പോകുന്നു. നോക്കുക, ഒരു സർഫസ് ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഒരു സർഫസ് ഏരിയ എസ്, ഇതിൻ്റെ ഏരിയ എസ് ആണ്. ഈ സർഫസിലേക്ക്
സർഫസിലേക്ക് എൻ്ററിങ് ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. ഇതിലേക്ക് എൻ്റർ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഇവിടുന്ന് ഇപ്പോൾ ഈ സർഫസിൽ നിന്ന് എമേർജ് ചെയ്യുന്നത്, ഇതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കൺസിഡർ ചെയ്ത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിചാരിച്ചോ. ഇവിടെയാണ് ഇതിനോട് ചേർന്നിട്ട് ഇവിടെയാണ് ചാർജ് ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് എമേർജ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. അതിന് പകരം ഇതിൻ്റെ ഈ സൈഡിൽ എങ്ങനെ ചാർജ് എന്ന് വിചാരിച്ചോ. ഈ സൈഡിൽ എങ്ങനെ ചാർജ്, അപ്പോൾ ഇവിടെ എങ്ങനെ ചാർജ് എങ്കിൽ പോസിറ്റീവ് ചാർജ് എങ്കിൽ ഫീൽഡ് അങ്ങോട്ടേക്കല്ലേ വരിക. അപ്പോൾ ഈ സർഫസിലേക്ക് എൻ്റർ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ എങ്ങനെ ആയിരിക്കും ചാർജ് ഭാഗത്തുണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് ഈ സർഫസിലേക്ക് എൻ്റർ ചെയ്യാണ്, ഇലക്ട്രിക് ഫീൽഡ് എൻ്റർ ചെയ്യാണ്, എൻ്ററിങ് ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ എൻ്റർ ചെയ്യുന്നത് ഈ ഭാഗത്തല്ലേ, അപ്പോൾ ഈ ഭാഗത്താണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഭാഗത്ത് നോർമൽ വെക്ടർ വരക്കണം. അപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ ഈ കേസിൽ നമ്മൾ ഈ എമേർജ് ചെയ്യുന്നതുകൊണ്ട് ഈ ഭാഗത്താണ് നോർമൽ വെക്ടർ വരക്കുക. അപ്പോൾ നോർമൽ വെക്ടർ ഇതിന് പെർപെൻഡിക്കുലറായിട്ട് പുറത്തേക്ക് ഔട്ട്വേർഡ്. അതുപോലെ ഇവിടെ ഇതിൻ്റെ ഈ ഭാഗത്താണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് എൻ്റർ ചെയ്യുന്നത് ഈ ഭാഗത്ത് നിങ്ങൾ നോർമൽ വെക്ടർ വരക്കണം. അപ്പോൾ ഈ ഭാഗത്ത് നോർമൽ വെക്ടർ ഇങ്ങനെ വരും. ഞാൻ പറഞ്ഞു നോർമൽ വെക്ടറിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ട് എടുക്കണം, പുറത്തേക്ക് എടുക്കണം. അപ്പോൾ ഈ സർഫസിൽ നിന്ന് പുറത്തേക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ് വരിക, ഇങ്ങോട്ടേക്ക്. ഇവിടെ വരക്കുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട്, എമേർജ് ചെയ്യുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എൻ്റർ ചെയ്യുന്നത് ഈ ഭാഗത്താണ്. അപ്പോൾ ഈ ഭാഗത്ത് വേണം നമ്മൾ നോർമൽ വെക്ടർ വരക്കാൻ. അപ്പോൾ ഈ ഭാഗത്ത് വരക്കുമ്പോൾ ഈ ഭാഗത്ത് നോർമൽ വെക്ടർ ഇങ്ങനെ വരിക. ഇങ്ങനെയെന്ന് പറയുമ്പോൾ നോർമൽ വെക്ടറിൻ്റെ ഡയറക്ഷൻ ഔട്ട്വേർഡാണ്. ഈ സർഫസിൽ നിന്ന് ഔട്ട്വേർഡ്. അപ്പോൾ ഇവിടുന്ന് നോർമൽ വെക്ടർ ഇങ്ങോട്ടേക്കാണ് വരിക, ഈ സൈഡിലേക്കാണ് വരിക. അപ്പോൾ നോർമൽ വെക്ടർ ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്തായിരിക്കും? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് നോർമൽ വെക്ടർ ആർ ആൻറ്റി പാരലൽ, അല്ലെ, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ തീറ്റ 180 ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്താവും? ഈ ഡി എസിന് വരെ എസ്, ഈ എസ് കോസ് തീറ്റ എന്താ വരിക? 180 ഡിഗ്രി വരിക. ഇത് തമ്മിൽ ആൻറ്റി പാരലാണ്. കോസ് 180 -1 ആണ്. അപ്പോൾ -ES ആയിരിക്കും. അപ്പോൾ ഫ്ലക്സ് നെഗറ്റീവ് ആയില്ലേ? ഫ്ലക്സ് നെഗറ്റീവ് ആയതിൻ്റെ അർത്ഥം ഓക്കെ, ഇറ്റ് ഈസ് എൻ്ററിങ് ഫ്ലക്സ് ആണ്. എൻ്ററിങ് ഫ്ലക്സ് ഒരു സർഫസിലേക്ക് എൻ്റർ ചെയ്യുന്ന ഫ്ലക്സ് ആണ്, അതാണ് നെഗറ്റീവ്. ഇത് ഈ സർഫസിൽ നിന്ന് എമേർജ് ചെയ്യുന്ന പുറത്തേക്ക് പോകുന്ന ഫ്ലക്സ് ആണ്, അതാ പോസിറ്റീവ്. അപ്പോൾ ഇറ്റ് ഈസ് എമേർജിങ് ഫ്ലക്സ് ആണ്. മറ്റേത് എൻ്ററിങ് ഫ്ലക്സ് ആണ്, അതായത് പോസിറ്റീവ് നെഗറ്റീവിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ അർത്ഥം. ഇതാണ് +ES, ഈ കേസിൽ +ES, ഇതാണ് ഫ്ലക്സ്, എമേർജിങ് ഫ്ലക്സ് ആണ്. ഇത് -ES, ദാറ്റ് മീൻസ് എൻ്ററിങ് ഫ്ലക്സ്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യുക, ഇലക്ട്രിക് ഫ്ലക്സ്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.